ഒരു വൈഫൈ ഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ലാപ്പിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്ന് പൊതുവേ ആളുകൾക്ക് അറിയാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇടക്കാലത്ത് BSNLൻ്റെ വൈഫൈ റോമിംഗ് കൂടെ വന്നതിന് ശേഷം പലരും റോമിങ്ങിൽ കണക്ട് ചെയ്തിട്ട് എനിക്ക് നെറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാകുന്നുണ്ട്. ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പോർട്ടൽ വഴി നെറ്റ് കിട്ടില്ല. അപ്പോൾ നോർമലി നിങ്ങളെ വീട്ടിലെ വൈഫൈൻ്റെ SSID എങ്ങനെയായിരിക്കും, അതിലെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് അറിയാത്ത ആളുകൾക്ക് മാത്രം വേണ്ടിയിട്ടാണ്. അറിയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് പോയേക്ക്. അപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തേക്കുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ SSIDs ഇവിടെ കാണിക്കും. ഇതിപ്പോൾ റോമിങ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് കണക്റ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. പകരം ഇപ്പോൾ വീട്ടിലെ വൈഫൈയുടെ പേരെന്താണ്, ഇവിടെ ഇപ്പോൾ നമുക്ക് FTTH 5719 നോക്കാം. ആ ഒരു പേര്, ആ രീതിയിൽ എന്തെങ്കിലും ഒരു പേരാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഞാനിപ്പോൾ ഇവിടെ 1 to 8 ആണ് പാസ്വേഡ് ഉള്ളത്. അതുപോലെ സിമ്പിളായ പാസ്വേഡ് ആയിരിക്കില്ല ഉണ്ടാവുക, വേറെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് പാസ്വേഡാണ് ഉണ്ടാവുക. നമ്പർ ഉണ്ടാവും, ലെറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ലെറ്റേഴ്സ് മിക്സഡ് ആയിട്ടായിരിക്കും പാസ്വേഡ് വന്നിട്ടുണ്ടാകുക. അപ്പോൾ ആ പാസ്വേഡ് എന്താണോ അതുകൂടെ അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡ് ആവും. ഇത്രയേ പാസ്വേഡ് ഒരു ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റായി. അത് 2.4G 5G ഉണ്ടെങ്കിൽ രണ്ടിനും അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അടിക്കുക. അതേപോലെ തന്നെ ഇതിൽ QR എടുക്കേണ്ടത് ചിലർക്കൊക്കെ അറിയാത്തതുണ്ട്, എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നോർമൽ ഫോണുകളിൽ എന്ത് ചെയ്യും, QR കാണിക്കും, പാസ്വേഡും കാണിക്കും. പിന്നെ ചില ഫോണുകളിൽ വേറെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത്ര ആൾക്ക് ജസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്